അതെ, കുറച്ച് നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുക. സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഡിബേറ്റിൽ പറയണുണ്ട് 4500 പ്രതിവർഷം 4500 പേര് ആക്സിഡന്റിൽ മരിക്കണുണ്ടെന്ന്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് 4500 പേര് ആക്സിഡന്റിൽ മരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തെറ്റാണോ? ഒരുമാതിരി കോപ്പിലെ വർത്താനം പറഞ്ഞേട്ടാ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഇടിച്ച് ആൾ മരിച്ചപ്പെട്ട് ആൾക്ക് എങ്ങനെയാണ് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനുള്ള റൈറ്റ് ഉള്ളത്? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആൾക്ക് ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അറിയില്ലേ മദ്യപിച്ച് നമ്മൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ലെന്ന്? ഓ, അപ്പം മന്ത്രിയാണെങ്കിലാവാം നിയമലംഘനം, വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾസ്. ഈ സർക്കുലറിൽ പറഞ്ഞിട്ടിരിക്കുന്നത് 15 വർഷമുള്ള വാഹനങ്ങൾ നിരോധിക്കണം. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? നമ്മളെ മാത്രം അവര് ആക്കാതെ ഈ 15 വർഷമുള്ള ബസ്, 15 വർഷമുള്ള ലോറി, മറ്റുള്ള വാഹനങ്ങളെല്ലാം നിരോധിക്കട്ടെ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. കാണിച്ചു തരാടാ. എല്ലാവർക്കും ഒരുപോലെയല്ലേ ജീവിതം? അപ്പൊ അത് മാത്രം മന്ത്രി മനസ്സിലാക്കി ഒന്നും സംസാരിക്കണം. അത് പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഇവിടെ എല്ലാ അപകടം ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. ഈ KSRTC ടാക്സ് പോലും ഇല്ലാത്ത എത്ര ബസ്സുകളുണ്ട്. അപ്പോ ഡ്രൈവിംഗ് ടെസ്റ്റും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പണയണം? പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ 100 കണക്കിന് ആക്സിഡന്റുകൾ ഇവിടെ സംഭവിക്കുമ്പോ ക്വാളിറ്റി ആയിട്ട് ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊണ്ട് പോകണമെന്നോ ബഹുമാനപ്പെട്ട സർക്കാർ അങ്ങനെ തീരുമാനിക്കുമ്പോൾ, അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം സഹകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. മാറ്റങ്ങൾ ആവശ്യമാണ്. ഞങ്ങൾ 100% സഹകരിക്കുന്നു. പിടിച്ചു കൊണ്ടുപോടാ, ആരായിവൻ? പക്ഷേ മാറ്റങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. അതിനെന്ത് വേണം? ഗ്രൗണ്ട് വേണം. നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാൻ ഈ കേരളത്തിനകത്ത് എവിടെയെങ്കിലും സാറിന് കഴിയുമോ? അപ്പൊ നാളെ ഓക്കെടാ, അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ.